30 വർഷത്തിലധികം പത്രപ്രവർത്തകനായി ഞാൻ ജോലി ചെയ്ത കൽക്കട്ടയിൽ ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയിൽ തിരുവനന്തപുരത്തു നിന്നും എത്തിയതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇലക്ടറൽ റോൾ SIR അല്ലെങ്കിൽ ഇലക്ടറൽ റോൾ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനോട് സംബന്ധിച്ച പ്രശ്നമാണ്. അവസാനത്തെ വോട്ടർ പട്ടികയിൽ എന്റെ പേരിന് താഴെ ഇലക്ടർ ഈസ് അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം വോട്ടറെ സംബന്ധിച്ച നീതിന്യായ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. SIR അനുസരിച്ച് 2002 അതായത് കട്ട് ഓഫ് വർഷമായ 2002 വോട്ടർ പട്ടികയിൽ എന്റെയോ എന്റെ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് ഉണ്ടായിരിക്കണം. എന്റെ കാര്യത്തിൽ അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേരും കണ്ടെത്താൻ പറ്റിയില്ലെന്നും പിന്നീട് കൊടുത്ത രേഖകളുടെ പരിശോധന അവസാനിച്ചിട്ടില്ല എന്നും അനുമാനിക്കും. ഇതിനർത്ഥം പേരില്ല എന്നാകണമെന്നില്ല. വ്യത്യസ്ത സ്പെല്ലിംഗ് ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ പ്രശ്നമാകാം. ബംഗാളിലെ ഏകദേശം 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഈ അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രായോഗിക തലത്തിൽ അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്ന വിഭാഗത്തിലായാൽ വോട്ടർ പട്ടികയിൽ പേര് കാണും, പക്ഷെ വോട്ട് ചെയ്യാൻ തൽക്കാലം പറ്റില്ല. എന്നുവച്ചാൽ ഒരു ജുഡീഷ്യൽ ഒഫീഷ്യൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുവാനോ പുതുതായി വോട്ടർ ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുവാനോ പറ്റില്ല. എന്നെക്കുറിച്ച് പറയാൻ അല്ല ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. മാർച്ച് 5 രാവിലത്തെ ടൈംസ് ഓഫ് ഇന്ത്യ കൽക്കട്ട എഡിഷൻ 1-ാം പേജിലെ ഒരു വാർത്ത വേറിട്ട് നിന്നു. SIR എങ്ങനെ ബംഗാൾ ഗ്രാമങ്ങളിലെ ചില ജനങ്ങളെ ബാധിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമാണിത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 1-ാം പേജിൽ താഴെ കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇതാണ്: സ്വാതന്ത്ര്യലബ്ധി മുതൽ വോട്ടറായിരുന്ന 104 വയസ്സുകാരൻ നീതിന്യായ വ്യവസ്ഥയുടെ നിരീക്ഷണത്തിൽ. വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: 104 വയസ്സുള്ള ഷേഖ് ഇബ്രാഹിം ഈസ്റ്റ് ബർദ്വാൻ ഡിസ്ട്രിക്ട് ജമാൽപൂർ വാസിയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള എല്ലാ ഇലക്ഷനുകളിലും അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ, അതായത് കേരളത്തോടൊപ്പം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പോഴും തീർച്ചയില്ല. അതിന് കാരണം SIR കഴിഞ്ഞപ്പോൾ ഷേഖ് ഇബ്രാഹിമിന്റെ പേര് അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിൽ ആയി. എന്തുകൊണ്ടാണ് ഷേഖ് ഇബ്രാഹിമിന്റെ പേര് അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിലായത്? കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും. 2002 അതായത് കട്ട് ഓഫ് വർഷത്തിലെ വോട്ടർ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നത് ഷേഖ് ഇബ്രാഹിം എന്ന് തന്നെയായിരുന്നു. ഷേഖിന്റെ ചുരുക്കമായിട്ടാണ് ഇംഗ്ലീഷിൽ SK എന്നെഴുതുന്നത്. എന്ന് വെച്ചാൽ SK ഇബ്രാഹിം എന്നെഴുതുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഷേഖ് ഇബ്രാഹിം എന്നാണ്. എന്നാൽ 2025 ലിസ്റ്റിൽ SK എന്ന 2 അക്ഷരങ്ങൾക്ക് സ്ഥാനചലനം സംഭവിച്ചു. അതായത് ഇബ്രാഹിമിന്റെ പേരിന് മുന്നിൽ ഉണ്ടായിരുന്ന SK പിന്നിലോട്ട് പോയി. ഇതെങ്ങനെ മാറി എന്നതിന് വ്യക്തതയില്ല. ബന്ധുക്കൾ ആരെങ്കിലും പേര് പറഞ്ഞു കൊടുത്തപ്പോൾ മാറിപ്പോയതാണോ അതോ അത് എഴുതിയെടുത്ത ഉദ്യോഗസ്ഥർക്ക് പറ്റിയ തെറ്റാണോ എന്നറിയില്ല. എന്തായാലും ഈ 2 അക്ഷരങ്ങളുടെ സ്ഥാനചലനം ഒരു പൗരന്റെ ഏറ്റവും പവിത്രമായ അവകാശത്തിന്മേൽ, അതായത് വോട്ടവകാശത്തിന്മേൽ നിഴൽ പരത്തിയിരിക്കുകയാണ്. ആശ്ചര്യത്തോടെയും നിരാശയോടെയുമാണ് ഇബ്രാഹിം പ്രതികരിച്ചത്. 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന ഒരു കുറ്റകൃത്യമാണോ? അദ്ദേഹം ചോദിക്കുന്നു. മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരവും അനശ്വരമായ കരേഗായ മരേഗ, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യവുമൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സുപ്രസിദ്ധമായ ഹൗറ ബ്രിഡ്ജ് നിർമ്മിച്ച സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചും ഷേഖ് ഇബ്രാഹിം വാചാലനാകുന്നു. പക്ഷേ ഈ ഓർമ്മകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. 2 അക്ഷരങ്ങളുടെ സ്ഥാനമാണ് അതിനേക്കാളുമെല്ലാം നിർണായകമാകുന്നത്. ജമാൽപൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പാർത്ഥസാരഥി ഡേ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് ഭരണ സംവിധാനം ഷേഖ് ഇബ്രാഹിമിന്റെ വിഷയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. 60 ലക്ഷം പേരുടെ കാര്യം തീരുമാനിക്കാൻ ബംഗാളിലെ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ 80 ദിവസത്തോളം എടുക്കും എന്ന് കരുതപ്പെടുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ജുഡീഷ്യൽ ഓഫീസർമാരെ ഈ പ്രവർത്തനത്തിന് ബംഗാൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഇലക്ഷന് മുമ്പേ തന്നെ ഷേഖ് ഇബ്രാഹിമിന് വോട്ടവകാശം ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഷേഖ് ഇബ്രാഹിമിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്ത 1-ാം പേജ് റിപ്പോർട്ടിനകത്തുള്ള ഒരു ഇൻസെറ്റ് വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആ സ്ക്രീൻഷോട്ടും ഇൻസെറ്റ് വാർത്തയും വീണ്ടും കാണിക്കുന്നു. SIR ഭയവുമായി ബന്ധപ്പെട്ട് 4 മരണങ്ങൾ കൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ആത്മഹത്യയിലൂടെ മരണപ്പെട്ട ഈ 4 പേരും അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിൽ പേര് ചേർക്കപ്പെട്ടവരാണ്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് SIR ഭയം തന്നെയാണ് എന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാലും SIR സമൂഹത്തിൽ പല ആശങ്കകൾക്കും
കാരണമായിട്ടുണ്ട്. മാർച്ച് തുടക്കത്തിൽ ദ ടെലിഗ്രാഫ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു 1-ാം പേജ് വാർത്ത നോക്കൂ. ഒരു വ്യക്തി 40 വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പരാതി നൽകി എന്നാണ് വാർത്ത. ഈ 40 പേരിൽ 39 പേരും മുസ്ലിങ്ങളാണ്. ബംഗാളിലെ ഒരു ഉൾഗ്രാമത്തിൽ നടന്ന സംഭവമല്ലത്, കൽക്കട്ട നഗരത്തിൽ നടന്ന ഒരു സംഭവമാണ്. പരാതിക്കാരി എന്ന് പറയപ്പെടുന്ന വനിത ഇക്കാര്യം, അതായത് അവർ അങ്ങനെ ഒരു പരാതി നൽകിയെന്ന ആരോപണം നിഷേധിക്കുകയും അവരെ ആരോ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറയുകയും ചെയ്തു. ഫോം 7 പരാതി എന്നാണ് ഈ പരാതിക്ക് പറയുക. അതോടൊപ്പം അവർ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, അതായത് താനൊരു BJP അനുകൂലിയാണ് എന്ന വസ്തുത. പരാതി ആര് കൊടുത്തതായാലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ഇങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ മഹാവിപത്തിന്റെ വിത്തുകളല്ലേ അവിടെ വിതയ്ക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം SIR ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് ദ വയർ എന്ന പോർട്ടലിൽ അപർണ ഭട്ടാചാര്യ എഴുതിയ വളരെ ആഴമുള്ള ഒരു വിശകലനം സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 60 ലക്ഷം വോട്ടർമാരെയാണ് അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തവർക്ക് പുറമെയാണ്. പേര് നീക്കം ചെയ്തവരെയും അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയവരെയും ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ 1 കോടിയിലധികം വോട്ടർമാർ തൽക്കാലം അനിശ്ചിതാവസ്ഥയിലാണ്. ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ബംഗാളിൽ മൊത്തമുള്ള 294 അസംബ്ലി സീറ്റുകളിലെ 234 സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് ഫലം തകിടം മറിയാം. കാരണം ഈ 234 സീറ്റുകളിൽ SIR ബാധിതരുടെ എണ്ണം ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിന്നിംഗ് മാർജിനേക്കാൾ അധികമാണ് എന്നതാണ്. അതായത് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റാത്ത വോട്ടർമാരുടെ എണ്ണം ഈ സീറ്റുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് എന്നർത്ഥം. ഇതിൽ അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ 111 സീറ്റുകളിൽ അവരുടെ എണ്ണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് എന്നാണ് അപർണ ഭട്ടാചാര്യയുടെ ദ വയറിന് വേണ്ടി നടത്തിയ വിശകലനം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇലക്ഷന് മുമ്പ് കൂടുതൽ പേർക്ക് തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റിയാൽ ഈ ആശങ്ക ഒഴിവാക്കപ്പെടും. BJPയോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന മാതുവ എന്നൊരു ജനവിഭാഗത്തിൽ പലരുടെയും പേരുകൾ ലിസ്റ്റിലില്ലെന്നും അത് BJPയെ പ്രതികൂലമായി ബാധിക്കാമെന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ ദ വയറിന്റെ വിശകലനം ചൂണ്ടിക്കാണിക്കുന്നത് അണ്ടർ അഡ്ജുഡിക്കേഷൻ വിഭാഗം കൂടുതൽ കാണുന്നത് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സീറ്റുകളിൽ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ആയിരിക്കും. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ വെല്ലുവിളിയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നുണ്ട്. 1 വോട്ട് അധികം നേടി ഞങ്ങൾ ജയിക്കും എന്ന പൊളിറ്റിക്കൽ മെസ്സേജിലൂടെയാണ് മമത അണികളെ ഈ വെല്ലുവിളി നേരിടുവാൻ സജ്ജമാക്കുന്നത്. വളരെ ആശങ്കാജനകമായ ഈ പ്രശ്നത്തിനെതിരായി ഇടതുപക്ഷവും പ്രതിരോധം നടത്തുന്നുണ്ട്.